തപസ്സുകാലം 2-ാം വാരം വെള്ളി. തിരുവചനം. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിലെ വീട്ടുടമസ്ഥൻ വളരെ മനോഹരമായൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വീട്ടുടമസ്ഥൻ പിതാവായ ദൈവം തന്നെ. ഉപമയിലെ വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കുന്നു. പിന്നെ ഒരു തോട്ടത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും, വേലി, ചക്ക്, ഗോപുരം എല്ലാം കൃത്യമായി സ്ഥാപിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകളോടുകൂടി നോക്കിയാൽ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന നിമിഷം മുതൽ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും സ്നേഹവും നമ്മുടെ കൂടെയുണ്ട്. ഒരു വിശ്വാസി കൈനീട്ടി സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഹൃദയം എപ്പോഴും സന്തോഷത്തിലായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളും പരാജയങ്ങളും അനിവാര്യമാണ്. ദൈവം അറിഞ്ഞു നൽകുന്ന പരീക്ഷണങ്ങളിൽ ദൈവം കൂടെയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പൗലോസും സീലാസും തടവറയിലും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു. ഏതവസ്ഥയിലും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. മാത്യു ഹെൻറി മുഴുവൻ ബൈബിളിൻ്റെ വ്യാഖ്യാനവും 6 വോളിയങ്ങൾ എഴുതിയ ഒരു ആത്മീയ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ മണിപ്പേഴ്സ് നഷ്ടപ്പെടുകയുണ്ടായി. ദൈവത്തിന് നന്ദി പറയുവാൻ അപ്പോൾ അദ്ദേഹം 4 കാരണങ്ങൾ കണ്ടെത്തി. ഇതിനു മുമ്പ് ആരും മോഷ്ടിച്ചില്ലല്ലോ, മോഷ്ടിച്ച ആൾ എൻ്റെ ജീവൻ എടുത്തില്ലല്ലോ, ഉള്ളത് മുഴുവൻ പോയെങ്കിലും അത് വലിയ തുക ആയിരുന്നില്ലല്ലോ, ഞാൻ മോഷ്ടിക്കപ്പെട്ടവനായി, ഞാൻ മോഷ്ടിച്ചവനായി മാറാത്തതിന് ദൈവത്തിന് നന്ദി.